അമ്മ 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 കഥ ഓർക്കമ്മ. അമ്മ പ്ലീസ്, എനിക്ക് പറ്റാത്തോണ്ടല്ലേ പറയണേ. അമ്മ നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നോ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോളാം. നിന്നെ പറ്റി നിനക്ക് അറിയാലോ. അമ്മ പ്ലീസ് അമ്മ, കഥവ് തുറക്ക്. ശരി, ഞാൻ അമ്മ പറയുന്ന പോലെ ചെയ്യാം. കഥവ് തുറക്ക്. അമ്മ എന്തോന്ന് അമ്മായി കാണിക്കണേ? ഞാൻ പറയണൊന്ന് കേക്ക്. വിടേ അമ്മ ഇന്ന് വന്നതേ നല്ല ആലോചനയാ. അത് ഞാൻ ഉറപ്പിക്കും. അവന്റെ കാര്യം പറഞ്ഞ് നീ വല്ല മുടക്കാൻ നിന്നാലോ പിന്നെ ഞാൻ ഒന്നും പറയണില്ല. താൻ കിടന്നായിരുന്നോ? എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഫ്രണ്ട്സായിരുന്നു എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇരുന്നത്. അവരെല്ലാവരെയും പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ലേറ്റായി. സോറി കേട്ടോ. പിന്നെ ഈ അറേഞ്ച് മാരേജും പെട്ടെന്നെല്ലാം ആയതുകൊണ്ട് മണിയറ സെറ്റപ്പും ഫസ്റ്റ് നൈറ്റും ഒന്നും വേണ്ടെന്ന് ഞാനാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം പരസ്പരം ഒന്ന് മനസ്സിലാക്കാം, അതുപോലെ. ഈ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് വെച്ച് നാവിലെ രുചി ഫുള്ള് പോയിരിക്കുക. രേവതിക്ക് നല്ല കുക്കിംഗ് ഒക്കെ അറിയാമല്ലേ? രേവതി, അല്ല, ഈ കുക്കിംഗ് കല്യാണ സമയത്താണോ പഠിച്ചത് അതോ അതിനു മുമ്പ് അറിയാമോ? കല്യാണം എപ്പോൾ പഠിച്ച്? ആ, നന്നായി. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. രേവു, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ നീ എനിക്ക് വെച്ചുണ്ടാക്കി തരണം. സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചുതരാം. അയ്യടാ, എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ താനങ്ങ് വെച്ചുണ്ടാക്കി കഴിച്ചാൽ എനിക്കുള്ളതും കൂടെ നീ ഉണ്ടാക്കി തരണം. ഞാനോ? ബെസ്റ്റ്. എടി, ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയത് ഉപ്പുമാവും. ഉപ്പുമാവ് ഉണ്ടാക്കിയത് വേറെ എന്തൊക്കെയോ ആവും. എന്നാൽ ഞാൻ ഒരു സീക്രട്ട് പറയട്ടെ. ഞാനീ കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങി. നീ നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ് ഞാൻ ഫുഡ് ഉണ്ടാക്കി തരുമ്പോഴേ നീ എന്നെ തൊഴും. ഇനി ഇങ്ങനെ ഉണ്ടാക്കലെന്ന് പറഞ്ഞായിരിക്കും. ദേവു, സരിനെ എടാ ഒന്നിങ്ങി വന്നേ. ആ എടാ സരിനെ ഒന്നിങ്ങി വാ. വരണ എന്നമ്മ. അല്ല, താൻ മുഴുവനും കഴിച്ചില്ലല്ലോ. മതി.
രേവതി, താൻ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അല്ല, രാത്രിത്തേക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അത് കുഴപ്പമില്ല, താൻ പെട്ടെന്ന് റെഡിയാവും. ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. താനെവിടെ പോണ്? അല്ല, ഡ്രസ്സ് മാറണ്ടേ? അതിന് എടോ, നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു. തൻ്റെ ബോധം പോയാ? താനെവിടെ ഇരി, ഞാൻ റെഡി ആയിട്ട് വരാം. അല്ല, ഞാൻ വെള്ളം കുടിച്ചിട്ട്, അല്ല, അടുക്കള ഡോർ അടച്ചിട്ട് വരാം. ഇവിടെ നിന്നെ വിളിക്കണേ, നീ കോൾ എടുക്കാത്തത്? എടി, അതവള് സങ്കടം പറയാൻ വിളിക്കുന്നത്. നമ്മുടെ അരുണില്ലേ, അവൻ അവളുടെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞു. ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാം. അവനവിടെ നിന്നെ വിളിക്കേണ്ട കാര്യം? അരുണില്ലേ നിന്റെ ഫ്രണ്ട്, അപ്പൊ അവനല്ലേ നിന്നെ വിളിക്കേണ്ട? എടി, ഞാനല്ലേ അവന് വേണ്ടി ഇവളെ സെറ്റ് ആക്കിയത്. അന്നോട്ട് അവളെ നല്ല ഫ്രണ്ടാണ്. എന്നാലേ അങ്ങനെ കൂടുതൽ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് വേണ്ട. ഇതുപോലെ ഫ്രണ്ട്സ് ആയാലാണ് ഡിപ്രഷനിലൊക്കെ ഇരുന്ന് അവസാനം ബ്രേക്കപ്പ് മാറി ലൈനിലൊക്കെ ആവണത്. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നീ അവളെ ബ്ലോക്ക് ചെയ്തേ. നീ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ടോക്സിക് ആവല്ലേ? ഈ കാര്യത്തില് ഞാൻ കുറച്ച് ടോക്സിക് ആണ്. നീ ബ്ലോക്ക് ചെയ്യാൻ അങ്ങോട്ട്. കൊല്ലു, ഞാൻ ചെയ്യാം. രേവു, ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും ഞാൻ നിന്നെ കിട്ടുള്ളൂ. രേവതി, തൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോഴേ ഇതും കൂടെ ഒന്ന് വാഷ് ചെയ്തേക്കണേ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. ഞാൻ ഇത് വാഷ് ചെയ്യട്ടെ? പോയിട്ട് വാ. അല്ല, അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. എന്താ, ടി വി ഉണ്ടോ? എനിക്കൊട്ടും പറ്റുള്ളടി. എപ്പോഴും എനിക്ക് അവൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ. എങ്ങനെ വിടാൻ പറ്റും? അവൻ എത്ര സ്നേഹിച്ചാണെന്ന് നിനക്ക് അറിയാമെന്നുള്ളതല്ലേ? എടി, ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടാ? നീ ഒരു നല്ല വൈഫായിട്ട് പുള്ളിയെ സ്നേഹിക്കാൻ നോക്ക്. അപ്പം അവനെ താനേ മറന്നോളൂ. നീയെങ്കിലും എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് അവൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെയും ജീവിക്കാൻ പറ്റൂല. പിന്നെ കളഞ്ഞിട്ട് പോ, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ? എത്രയോ പ്രാവശ്യം ഞാൻ അതും ആലോചിച്ച് നോക്കിയതാ, പക്ഷെ അമ്മ ഓർത്തിട്ട. എന്നാ പിന്നെ പുള്ളിയായിട്ട് നിന്നെ ഉപേക്ഷിക്കണം. ആ പാവാണെങ്കിൽ അത് ചെയ്യത്തുമില്ല. എടോ, താനൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, രാവിലെ എണീറ്റപ്പോൾ ഒരു മൂടില്ലായിരുന്നു. പുറത്തുനിന്ന് കഴിക്കും. ആഹാരം വെച്ചോണ്ടത്തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത് എന്ന് ഞാൻ പറഞ്ഞോ? താനിങ്ങനെ ഓരോന്നും പറയല്ലേ. അല്ല, ഫുഡ് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞപ്പോൾ നിരാശയായിട്ട് ചോദിച്ചു പോയതാണ്. എടോ, ഓൾറെഡി ലേറ്റായി. ഇവിടെ അടുത്തങ്ങ് നല്ലൊരു കട പോലും ഇല്ല. പിന്നെ ലഞ്ച് ബ്രേക്കിന് എന്തെങ്കിലും തിന്നാന്ന് പറഞ്ഞാൽ ആ സമയത്ത് മീറ്റിംഗും. ഇതിനെല്ലാം ഉപരി താനിവിടെ എന്ത് കഴിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. താനിങ്ങനെ വെറുതെ അതിനെ എഴുതാപ്പുറം വായിക്കല്ലേ.
ഒരു നേരം ഒന്നും കഴിച്ചില്ലെന്ന് വെച്ചേ എനിക്കൊന്നും പറ്റേന്നുമില്ല. പുള്ളി കേറേട്ട ചമയല്ലേ. രേവതി, അമ്മ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അമ്മ എന്നോട് സത്യം പറയണം. പറഞ്ഞോ മോനെ. അല്ല, രേവതിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നോ? അതെന്ത് പോലെ അങ്ങനെ ചോദിച്ചേ? അല്ല, പലപ്പോഴും എന്നോടുള്ള പെരുമാറ്റം കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. ഒരു ഭാര്യയെ പോലെയല്ല, എന്നെ ഒരു റൂംമേറ്റിനെ പോലെ കാണുന്നത്. അയ്യോ മോനെ, അവിടെ പണ്ടേ അങ്ങനെയാ. ഒരാളുമായിട്ട് അടുക്കാനേ ഇച്ചിരി സമയം പിടിക്കും. അന്ന് കല്യാണം ഉടനെ വേണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, 1 വർഷം കഴിഞ്ഞ് പരസ്പരം ഒന്ന് അറിഞ്ഞിട്ടൊക്കെ മതിയെന്ന്. അത് പിന്നെ അവളുടെ ജാതകവശാലേ ഇപ്പൊ നടത്തിയില്ലെങ്കിൽ പിന്നെ നടക്കൂലെന്ന് ജോസ്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ. അയ്യോ, അമ്മ ഇതെന്തോന്നാ പറയുന്നത്? ഞാൻ വെറുതെ അവൾക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ള അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മ പേടിക്കണ്ട, ഞാൻ അവളെ റെഡിയാക്കിക്കോളാം. ശരി. അമ്മ വിളിച്ചെല്ലാം പറഞ്ഞു. ഇപ്പൊ സമാധാനമായല്ലേ നിങ്ങക്ക്? എടോ, ഞാനത് കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസത്തില്ലേ, ഇന്നൊരു ദിവസമാണ് ഞാൻ ആഹാരം ഉണ്ടാക്കായിരുന്നു. അത് ഇത്ര വലിയ ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യം എന്തുവാണ്? എടോ, എനിക്ക് പറയാനുള്ളതും കൂടെ താ ഒന്ന് കേക്ക്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഞാൻ ഇവിടെ ജോലിക്ക് വന്നേന്നുമില്ല. നാളെ തൊട്ട് കഴിക്കണമെങ്കിലേ നിങ്ങളും കൂടെ വെച്ചുണ്ടാക്കാൻ സഹായിക്കണം. ഞാൻ ലോങ് ലീവ് എടുത്ത് നിന്ന അത് ക്യാൻസൽ ചെയ്ത് അടുത്ത ആഴ്ച തൊട്ട് ഞാനും കയറും. അപ്പൊ ഞാനും തിരക്കിലായിരിക്കും. പിന്നെ ഇനി ഇതും കൂടെ ദയവ് ചെയ്ത് അമ്മയെ വിളിച്ച് പറയാൻ നിൽക്കരുത്. രേവതി, ഹലോ, ഡോറ് തുറക്ക്. ഞാൻ ആ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ഞാൻ വിളിക്കാം. ഹലോ, ഞാൻ വിളിക്കാൻ വരണോ? വേണ്ട, ഞാൻ വന്നോളാം. ലേറ്റ്. അതെ, എന്താ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് വിളിക്കണത്. അപ്പൊ മുഴുവൻ സംസാരിച്ചിട്ട് കട്ട് ചെയ്യും. എന്താണ് എവിടാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഇനി എന്താ? വരാൻ ലേറ്റ് ആവോ? അറിയില്ല. അതെന്താ അറിയാത്തത്? ഒരു സ്ഥലത്ത് പോകുമ്പോൾ എപ്പോൾ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള അറിയാൻ പറ്റത്തില്ലേ? ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ല. ഇങ്ങോട്ട് വരെ അറിയെങ്കിലേ എനിക്ക് തിരിച്ചു വരാനും അറിയാം. ലേറ്റ് ആവണമെങ്കിൽ നാളെ വരും. ഇനിയൊന്നുമില്ലല്ലോ. വെക്കട്ടാ. എടി, ഛെ. ഒന്ന് വന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. ഓ, ഇന്നലത്തെ കാര്യമായിരിക്കും. അതെ, ഞാൻ ഒരു ഇൻഡിവിജ്വലാ. എനിക്ക് എൻ്റെതായിട്ടുള്ള ഫ്രീഡം വേണം. അതല്ല. പിന്നെ നമ്മൾ തമ്മിൽ ഒരു കല്യാണം കഴിച്ചായിരുന്നു 2 മാസം മുമ്പ്, ഓർമ്മയുണ്ടോ? അതുകൊണ്ട് എന്നിട്ട് ഇന്ന് വരെ താൻ സ്നേഹത്തിൽ എൻ്റെ പേരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചത് പോലും എണ്ണാന്ന് അത്രയേ ഉള്ളൂ. ഞാൻ മാത്രം റേഡിയോ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ശരിക്കും എന്താ തൻ്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇല്ലേ? നിൽക്കടേ അവിടെ. എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് കളിക്കാൻ വയ്യ. ഇങ്ങനെ ഒരാളെയല്ല എനിക്ക് വേണ്ടത്. എന്നെ വേണ്ടെങ്കിൽ പിന്നെ അങ്ങ് ഒഴിവാക്കിക്കോ. ഓ, അപ്പം നിനക്ക് ഇവൻ്റെ കൂടെ പോയി അങ്ങ് ജീവിക്കാം അല്ലേ? രേവതി, കല്യാണത്തിന് മുമ്പ് എനിക്കും അഫയറൊക്കെ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി.
അല്ലാതെ ഞാൻ അതിനെയും പിടിച്ചിരുന്ന് എൻ്റെ ജീവിതം കളയുന്നില്ല. പക്ഷെ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം അതാണ്. രണ്ടിലൊന്ന് എനിക്ക് ഇന്നറിയണം. ഒന്നെങ്കിൽ അവനെ മറന്ന് എന്നോടൊപ്പം ഇവിടെ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ബന്ധം അവസാനിപ്പിക്കണം. എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം. എനിക്ക് അവൻ്റെ കൂടെ പോയി ജീവിക്കണേ. പക്ഷെ അവൻ്റെ കൂടെ ജീവിക്കാൻ മാത്രം പറ്റൂല. അഞ്ച് വർഷത്തെ റിലേഷൻഷിപ്പായിരുന്നു ഞങ്ങളുടെ. അച്ഛനെന്നെ കല്യാണ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തതാണ്. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി അവൻ വീട്ടിൽ വന്നിട്ട് പോയതാണ്. പോട്ടെ. അല്ല പോട്ടെ. അതല്ല ദേവു, നല്ല ലേറ്റ് ആയില്ലേ? ഞാൻ വേണമെങ്കിൽ നിന്റെ കൂടെ കിടക്കാം. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓയെ അല്ല ദേവു, ഞാൻ പറഞ്ഞു വരുന്നു. ഓക്കെ ബൈ. എനിക്ക് ചേട്ടൻ്റെ അടുത്ത് വെറുപ്പോ ദേഷ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് അവനെ മറക്കാൻ പറ്റണില്ല. സോറി. എടോ, തനിക്ക് കല്യാണത്തിന് മുമ്പ് ഇതൊന്ന് വീട്ടിൽ പറഞ്ഞുകൂടായിരുന്നോ? പലവട്ടം ഞാൻ അമ്മയടുത്ത് കാല് പിടിച്ച് പറഞ്ഞതാ. നാട്ടുകാർ ഓരോന്നും പറയും, അങ്ങനെ വന്ന എന്തെങ്കിലും ചെയ്ത് കളയെന്നൊക്കെ പറയും, ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട്. അമ്മ, വിളിച്ചു പറഞ്ഞിട്ട് വരാത്തത് മക്കളെ? ഇനിയിപ്പോൾ വിളിച്ചു പറയാനൊന്നുമില്ല. മോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. എന്ത് പോലെ? അതെ, വല്ലവനെയും മനസ്സിൽ കൊണ്ട് നടക്കുന്നവളെയൊന്നും എനിക്ക് വേണ്ട. അയ്യോ മോനെ, മോനെ കാല് പിടിക്കാൻ. അവളുടെ ജീവിതം തകർക്കല്ലേ. ആദ്യ കല്യാണം ഉറപ്പിച്ച പയ്യനോ മരിച്ചു, ഇതും കൂടി ഇങ്ങനായ. ഓ, അപ്പം ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ഇവളെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇവക്ക് അവനെ മറക്കാൻ പറ്റൂലെന്ന്. ഡേ, നീ അങ്ങനെ പറഞ്ഞോ? അതെ, നിങ്ങൾക്ക് അവളെ വഴക്ക് പറയാൻ യാതൊരു യോഗ്യതയില്ല. കാരണം തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. ഒരു മനുഷ്യനും താങ്ങാൻ പറ്റാത്ത കാര്യമാണ് ഇവളുടെ ജീവിതത്തിൽ ഇവക്ക് സംഭവിച്ചത്. എന്നിട്ട് അതൊന്നും മറക്കാനുള്ള ടൈമെങ്കിലും നിങ്ങൾ അവൾക്ക് കൊടുത്തോ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്ത് പറയുമെന്ന് വിചാരിച്ച് ഒരു ട്രോമയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിങ്ങളാണ് അവളെ തള്ളിവിട്ടത്. അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, അതും അവളെ കണ്ടിട്ട് തിരിച്ചു പോണ വഴിക്കാണ് മരണപ്പെട്ടത്. അതെല്ലാം അടക്കി പിടിച്ച് ഇവളൊരു മെന്റൽ പേഷ്യൻ്റ് ആവാത്തതേ നിങ്ങളുടെ ഭാഗ്യം. പല അച്ഛനമ്മമാരും ഇറക്കുന്ന ചീപ്പ് നമ്പറാണ് നിങ്ങളും ഇറക്കിയത്. കല്യാണത്തിന് ശേഷം ഇതൊക്കെ അറിഞ്ഞ് അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെ മക്കളെ മനസ്സിലാക്കാതെ വേറൊരു ലൈഫിലോട്ട് തള്ളിവിട്ടിട്ട് അവസാനം അവരെന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തെന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. രേവതി, എനിക്ക് 7 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കണം. കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് കരഞ്ഞായിരുന്നു. അത് മേടിക്കാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയതാണ്.
ഓപ്പോസിറ്റിൽ നിന്ന് വന്ന ലോറി പിന്നെ ഞാനും അമ്മയും മാത്രമായി. അന്ന് രേവതി ആദ്യമായിട്ട് എനിക്ക് കുക്ക് ചെയ്ത് തന്നില്ലേ, എനിക്ക് എൻ്റെ അമ്മ കുക്ക് ചെയ്ത് തന്ന അതേ ഫീലായിരുന്നു. അമ്മയ്ക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഒരിക്കൽ ഞാനും അമ്മയും ബൈക്കിൽ വരെയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു. എൻ്റെ ശ്രദ്ധയൊന്ന് മാറി. അമ്മയ്ക്ക് ഹെൽമെറ്റും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ മാത്രമായി. എൻ്റെ മുന്നിലാണ് അച്ഛനും അമ്മയും മരിച്ചത്. എനിക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ നല്ല ടൈം എടുക്കേണ്ടി വന്നു. തനിക്കും അങ്ങനെ ഒരു ഹീലിംഗ് ടൈമായി ഇപ്പോൾ ആവശ്യം. ഇതിൽ നിന്നും തനിക്ക് മൂവ് ഓൺ ആവാൻ പറ്റും. അങ്ങനെ പതുക്കെ തനിക്ക് നോർമൽ ലൈഫിലോട്ട് വരാൻ പറ്റും. താനൊന്ന് ഓക്കെ ആവുന്നത് വരെ തൻ്റെ കൂടെ എപ്പോഴും ഞാനൊരു നല്ല ഫ്രണ്ടായിട്ടുണ്ടാവും. പോരെ? തനിക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ? നമുക്ക് ശരിയാക്കാടോ. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ വിട്ടു പോകുമ്പോൾ അവരിനി ഒരിക്കലും നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ള സത്യം, ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും സാധിക്കാറില്ല. പാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാതെ ആ വേദന ഓരോ ദിവസവും കടിച്ചമർത്തി അവർ ഓർമ്മകളിൽ മാത്രം നമ്മൾ ജീവിച്ചാൽ നമുക്കൊരിക്കലും ഹീൽ ചെയ്യാനോ അതിൽ നിന്ന് പുറത്തു വരാനോ സാധിക്കില്ല. ഈ ഒരു ഫേസിൽ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കേണ്ടതും അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടതും ഫാമിലിയാണ്. നേരെ മറിച്ച് അവർ പഴയതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് അവർ ഇമോഷണലി സ്റ്റേബിൾ ആകുന്നതിന് മുമ്പ് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് തള്ളിവിട്ട് അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കത്തെ. അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് ഫോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് പഴയ കാര്യങ്ങൾ ഹീൽ ചെയ്യാനും റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടാനും ഉള്ളൊരു സമയം നിങ്ങൾ കൊടുക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന